കെ സുധാകരൻ നിലവിൽ സുധാകരൻ എൻ്റെ നേതാവാണ്, ശ്രീ കെ സി വേണുഗോപാൽ എൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, ശ്രീ വി ഡി സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം. അല്ല, ഈ സുധാകരൻ പിന്തുണച്ചു, പക്ഷേ ചെന്നിത്തല മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല. എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ്. ആ ശീലം എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. ആ വിഷയത്തെ പറ്റിയിട്ടല്ലല്ലോ നേതാക്കന്മാർ പറയുന്നത്. പാർട്ടി പരിപാടികൾ, ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡിലുള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.